ആനിമൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. മനുഷ്യരെ പോലെ ഒരു ഭാഷയോ അല്ലെങ്കിൽ ഒരു സൈൻ ലാംഗ്വേജോ അവർക്കില്ല. ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരെ പോലെ എന്നതാണ്. കാരണം അവരുടെ ഭാഷയും അല്ലെങ്കിൽ അവരുടെ സൈൻ ലാംഗ്വേജും നമ്മളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അവരുടെ സംഭാഷണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ആനിമൽ കമ്മ്യൂണിക്കേഷൻസ് പ്രധാനമായിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഭക്ഷണം കണ്ടെത്താനും അല്ലെങ്കിൽ ഒരു കുടുംബം തുടങ്ങാനും ഇത് എൻ്റെ ഏരിയ ആണ് എന്ന് മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പല ജീവികൾക്കും ഇത് പല ഭാഷകളാണെന്ന് മാത്രം. ചിലർക്ക് അത് ചില ശബ്ദങ്ങളാവാം, ചിലർക്ക് അത് ചിലപ്പോൾ മണമായിരിക്കാം, ചിലർക്ക് ചില ആക്ഷൻസും ആയിരിക്കാം. അവരെ അത് സമാധാനത്തോടെ ജീവിക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കാറുണ്ട്. ആനിമൽ കമ്മ്യൂണിക്കേഷൻ ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരേ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിൽ കൂടെ അവരുടെ ലോകം നമ്മളിൽ നിന്ന് വിഭിന്നമാണ്. ചിലർക്ക് അവരുടെ ലോകം നമ്മളെക്കാട്ടും കളർഫുൾ ആയിരിക്കാം, അല്ലെങ്കിൽ കളർലെസ് ആയിരിക്കാം, നോയ്സി ആയിരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായിരിക്കാം. നമ്മുടെ സെൻസിന് മനസ്സിലാക്കാവുന്ന, കേൾക്കാവുന്ന, കാണാവുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ശാസ്ത്രവും ഒരു പരിധിവരെ ഇതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം 400 ഏക്കറോളം കാട് വെട്ടിത്തെളിച്ച സമയത്ത് അവിടെയുള്ള മൃഗങ്ങളുടെ നിലവിളി നമ്മൾ കേട്ടതാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ എങ്ങനെയാണോ അതിനെ നോക്കിക്കണ്ടത് അതുപോലെ തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. മാൻ, മയിൽ, മറ്റ് കിളികൾ ഇവരെല്ലാവരും വളരെ ഉച്ചത്തിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒരു അപകടം വരുന്നതിൻ്റെ സൂചനകൾ നൽകുന്നതായിട്ട് നമുക്ക് ഈ ശബ്ദങ്ങളെ കണക്കാക്കാം. മരം മുറിഞ്ഞു വീഴുന്നതും മെഷീനുകളുടെ ശബ്ദവും മറ്റെല്ലാ ജീവികളെയും തന്നെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ടാകാം. വീട്, ഭക്ഷണം, കുടുംബം ഈ മൂന്നും നഷ്ടപ്പെടുന്നതിൻ്റെ കൺഫ്യൂഷൻ ഈ വിളികളിൽ നമുക്ക് കേൾക്കാം. പല ദിശകളിലേക്ക് ചിതറി ഓടിയിട്ടുള്ള തങ്ങളുടെ ഇണയെ, കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കൂട്ടത്തെ തിരികെ വിളിക്കുന്ന വിളികളുമായിരിക്കാം ഇവ. തങ്ങളുടെ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യാനും അതിലേക്ക് വരുന്ന മെഷീനുകളെയും മനുഷ്യരെയും വോൺ ചെയ്യുന്ന രീതിയിലും ചിലപ്പോൾ ഇവർ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാകാം. 400 ഏക്കർ എന്ന് പറയുന്നത് ഏകദേശം 300 ഫുട്ബോൾ ഫീൽഡിനടുത്ത് വരുന്ന സ്ഥലമാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ വെട്ടിത്തെളിച്ച ഈ കാട്ടിൽ നിന്ന് ഈ ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാനും അങ്ങനെ മരിച്ചു പോകാനും ഇല്ലെങ്കിൽ അവരുടെ ഭക്ഷണം, താമസം എല്ലാം തന്നെ വെട്ടിത്തെളിച്ചത് കാരണം വിശന്ന് ചാകാനും ഒരുപോലെ സാധ്യതയുണ്ട്. ഇക്കോ ബാലൻസും ഇവിടെ വളരെയധികം എഫക്റ്റഡ് ആകും. അതുകൊണ്ട് തന്നെ ഈ ശബ്ദങ്ങൾ തിരിഞ്ഞുനോട്ടമായിട്ടോ വരാനുള്ള ഒരു വലിയ വിപത്തിൻ്റെ വാർണിംഗ് സൈനായിട്ടോ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ആനിമൽ ബിഹേവിയറിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷനെ കുറിച്ചും കൂടുതൽ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.